PV അൻവർ PC ജോർജ് അല്ല. PC ജോർജ് ഒരിക്കൽ വെടി പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഉണ്ടയില്ല വെടിയായി പോകും. ഇപ്പോഴും ഉണ്ടയില്ല വെടി പോലെയാണ് PC ജോർജിന്റെ അവസ്ഥ. എന്നാൽ PV അൻവർ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാ അടപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി PV അൻവറിന്റെ വാ തുറപ്പിച്ചു എന്ന് വേണം പറയാൻ. PV അൻവർ എന്ന പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിനെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി അദ്ദേഹത്തിനും കൈമാറി. അപ്പോൾ പാർട്ടി കൊടുത്ത ഉറപ്പ് ഇതാണ്: P ശശിക്കെതിരെ PV അൻവർ MLA ഉയർത്തുന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. പാർട്ടി ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് MV ഗോവിന്ദൻ മാഷ് ഉറപ്പ് നൽകി. അങ്ങനെ വർദ്ധിത വീരനായിട്ടാണ് അതായത് വർദ്ധിച്ച വീരത്വം കൈക്കൊണ്ടാണ് PV അൻവർ എന്ന് AKG സെന്ററിൽ നിന്നും പുറത്തു വന്നത്. നമുക്കറിയാം ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന്. P ശശി, ADGP MR അജിത് കുമാർ, അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഉപജാപക സംഘങ്ങൾ, അധോലോക സംഘങ്ങൾ, ഇവർക്കെതിരെയൊക്കെയാണ് PV അൻവർ പരാതി ഉന്നയിച്ചത്. അന്ന് മലപ്പുറം ജില്ലയിൽ SP ആയിരുന്ന സുജിത് ദാസ്, ഇവരൊക്കെ ചില ആരോപണങ്ങളിൽ മാത്രമല്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് PV അൻവറിന്റെ ആരോപണങ്ങൾ. മരമുറി മുതൽ സ്വർണ്ണക്കടത്ത് മുതൽ അങ്ങനെ എത്ര കേസുകൾ. ഏറ്റവും ഒടുവിൽ സുജിത് ദാസിനെതിരെ കസ്റ്റംസും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണമൊക്കെ മരവിച്ച അവസ്ഥയിലാണെന്നും PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് പാർട്ടിയുടെ പിന്തുണ PV അൻവറിന് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് തലസ്ഥാനത്ത് നടന്നത്. പാർട്ടിയുടെ പിന്തുണയില്ലാതെ, അതായത് ഒരു വിമത വിഭാഗം എന്ന് പറയാൻ കഴിയില്ല, പാർട്ടിയിൽ കരുത്തൻ പാർട്ടി സെക്രട്ടറി തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇന്ന് നടന്നത്. MR അജിത് കുമാറിന് എതിരെയുള്ള പരാതി സർക്കാരാണ് പരിഹരിക്കേണ്ടത്, സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. കാരണം സർക്കാരാണ് പോലീസിനെ നിയമിച്ചിരിക്കുന്നത്. എന്നാൽ P ശശിയെ നിയമിച്ചത് പാർട്ടി ആയതുകൊണ്ട് തന്നെ P ശശി സൂപ്പർ മുഖ്യമന്ത്രിയായി പോകുന്നു എന്ന പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ടെന്നും MV ഗോവിന്ദൻ മാഷിന് അറിയാം. MV ഗോവിന്ദൻ മാഷും അത്ര സ്വരച്ചേർച്ചയിലല്ല P ശശിയുമായി. അതുകൊണ്ട് P ശശിയുടെ കാര്യത്തിൽ വെള്ളിയാഴ്ച തീരുമാനമാകും. എന്നാൽ P ശശി പറയുന്നത് തനിക്കൊന്നിനെയും ഭയമില്ലെന്നാണ്. അത് പിണറായി വിജയന്റെ മൗനം സമ്മതം എന്ന പോലെ മൗനമായ പിന്തുണ P ശശിയെ ബലപ്പെടുത്തുന്നുണ്ട്. PV അൻവറിനെ അതുപോലെ മൗനയാക്കുന്നുമുണ്ട്. എന്നാൽ പാർട്ടി കേന്ദ്രങ്ങൾ PV അൻവറിനൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ പാർട്ടി നേതാക്കൾ, പാർട്ടി MLA മാർ ഒക്കെ തന്നെ PV അൻവറിന്റെ സത്യസന്ധതയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യം, CPM-നുള്ളിൽ തന്നെ ശക്തമായ പിന്തുണ PV അൻവറിന് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഉള്ള പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുകയും അവിടെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ കത്ത് കൊടുക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ P ശശി അപ്പുറത്തുണ്ടാകണമല്ലോ. അപ്പോൾ അവിടെ പോയി ചങ്കുറപ്പ് കാണിച്ച് പരാതി കൊടുത്തതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം CPM-നുള്ളിൽ തന്നെ അല്ലെങ്കിൽ AKG സെന്ററിൽ നിന്നുള്ള പവർ ബാങ്ക് PV അൻവറിന് ഉണ്ട് എന്നാണ്.